ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 14. ഈ ദിവസത്തിന് വളരെ വലിയൊരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. കലണ്ടറിലൊന്നും നോക്കണ്ട, കലണ്ടറിലൊക്കെ സാധാരണ ഒരു ദിവസം പോലെ കടന്നു പോകും. പക്ഷേ ഈ ദിവസത്തിന് എൻ്റെ ജീവിതമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. വേറൊന്നുമല്ല, കഴിഞ്ഞ വർഷം ഈ സമയങ്ങളിലാണ് 14, 15 ഈ ദിവസങ്ങളോടനുബന്ധിച്ചാണ് ഞാൻ ഇസ്രായേലിൽ വരുന്നതിനെക്കുറിച്ച് എന്താ പറയുക അറിയുകയും ഇതിനൊരു സാധ്യതയുണ്ട് എന്ന് കരുതി എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയ സമയം. പക്ഷേ ഈ വർഷം ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ അതിനെ ദൈവനിമിത്തം അല്ലെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ച സമയമെന്ന് ആഗ്രഹിക്കാനും വിശ്വസിക്കാനുമാണ് ഇഷ്ടപ്പെടുന്നത്. വേറെ ഒന്നുമല്ല. എനിക്കിപ്പം ആരും പ്രായം പറയത്തില്ല, എങ്കിലും ഞാൻ എന്താ പറയുന്നു, എനിക്കിപ്പം 32 വയസ്സ് കഴിഞ്ഞു. 32 വയസ്സ് അവസാനിക്കാറാവുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഈ സമയം സത്യം പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാതെ ഇവിടെ വരാൻ പറ്റുമോ എന്നൊന്നും അറിയാതെ കണ്ടൊരു സ്വപ്നമാണ് ഇന്നിവിടെ ഈ സമയം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴും ഇന്നത്തെ വീഡിയോ തന്നെ വളരെ ഷോർട്ടാണ്. വേറെ ഒന്നുമല്ല, ഇവിടെ ഇപ്പം അമ്മയുടെ മോളുടെ വീട്ടിൽ വന്നിരിക്കുക, ഇവരിപ്പോൾ സിനഗോഗിലൊക്കെ പോയിരിക്കുക. ഇസ്രായേലിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവില്ലേ? എൻ്റെ അറിവിൽ തന്നെ കുറേ പേര് വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്, ക്യാഷിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി അവർ പല വ്യക്തികളെയാണ് ആക്സസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കും അയാൾ ഇത്ര രൂപ പറയും, പിന്നെ വേറൊരാളോട് പോയി അന്വേഷിക്കും, അയാൾ ഇത്ര രൂപ പറയും, പിന്നെ വേറൊരാളോട് അന്വേഷിക്കും, അയാൾ ഇത്ര രൂപ പറയും. ഇപ്പോൾ 3 പേരോട് അന്വേഷിച്ചു ഒരാൾ, ഓക്കെ. അപ്പോൾ പിന്നെ കുറേ കഴിയുമ്പോൾ അയ്യോ ഇല്ല, ആദ്യം പോയി ആളോട് പോയി ചേർക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് തേച്ച് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഏജൻറ്റുമാർ ഓരോ മാസം അല്ലെങ്കിൽ ഓരോ ദിവസം വിട്ട് അവരവരുടെ റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ഇതുപോലെ. പുള്ളിക്കാരി കുറേ നാളുകൊണ്ട് ശ്രമിക്കുന്നു ഇസ്രായേലിൽ വരാൻ വേണ്ടി. ഞാൻ ഇതിനു വേണ്ടി പിന്നെ കിട്ടപ്പോഴത്തേക്കും എന്നെ കളിയാക്കിയ ഒരു വ്യക്തിയും കൂടെയാണ്. നിനക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു എന്താ എനിക്കറിയില്ല, ആ ഒരു മനോഭാവത്തോടെ എന്നോട് സംസാരിച്ചു. ഞാൻ ക്ലാസ്സിന് പോയിട്ട് വന്ന് ഇൻ്റർവ്യൂവിന് എനിക്ക് വിസ വന്ന് ഇൻ്റർവ്യൂവിന് പോകേണ്ടത്, ക്ലാസ്സിന് പോകേണ്ടത് നാളെയാണെങ്കിൽ ഇതിൻ്റെ തലേന്ന് എന്നെ കണ്ടു. അന്നേരം എന്നോട് ചോദിച്ചു, തമാശയ്ക്ക് ചോദിച്ചു, നീ എന്താ ഇസ്രായേലിൽ പോയില്ലേ? എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ നാളെ പോവുകയാണ്. പക്ഷേ ഇല്ല, ഞാൻ ഒരു ചിരിയിൽ അതെല്ലാം ഒതുക്കി. ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമുക്ക് ഒരു ബോൾ നമുക്ക് എറിഞ്ഞു വരുന്ന കണക്കാണ് നമ്മുടെ നേരെ വരുന്ന വാക്കുകൾ. അപ്പോൾ ആ സ്പോട്ടിൽ പ്രതികരിക്കാതിരിക്കുക, മനസ്സിലായില്ലേ? ആ സ്പോട്ടിൽ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരും നമ്മളോട് യാതൊരു വ്യത്യാസമില്ല. ക്ഷമയോടെ കാത്തിരിക്കുക. പകരം തിരിച്ചു കൊടുക്കാവുന്ന ഏക എന്താ പറയുക മറുപടി എന്ന് പറയുന്നത് ഒരു പുഞ്ചിരി ആയിരിക്കണം. ആ പുഞ്ചിരിയുടെ അർത്ഥം കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. നമ്മൾ തിരിച്ച് പ്രതികരിക്കുമ്പോഴേ അതിനൊരു ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ പറയുന്നതാണ് ഒരു പഞ്ചില്ല, ചിരിച്ചു കളയാം. വീണ്ടും ഞാനിവിടെ വന്നു. ഏകദേശം ഒരു 1.5-2 ആഴ്ച ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു. അടുപ്പിച്ച് എനിക്ക് 2-3 മിസ് കോളൊക്കെ വരുന്നു. ഞാൻ തിരിച്ചു വിളിച്ചു. ഇനി എന്നെ കളിയാക്കാൻ വല്ലതാണോ വിളിക്കുന്നത് എനിക്കറിയില്ലല്ലോ. വിളിച്ചപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ പോയല്ലേ? ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ പോയി, ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഇസ്രായേലിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും ഒന്നിനോടും തിരിച്ച് സ്പോട്ടിൽ പ്രതികരിക്കാതിരിക്കുക, മനസ്സിലായില്ലേ? കാലം അതിനുള്ള മറുപടി കരുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രം വിശ്വസിക്കുക. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മെനക്കെട്ട് ഇറങ്ങുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക. പിന്നെ ഒരൊറ്റ വ്യക്തിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മളിപ്പം ഒരു ഏജൻറ്റിൻ്റെ കയ്യിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നിനെക്കുറിച്ചും ബോധേഡാവാതിരിക്കുക. കൂടുതൽ അഗാധമായിട്ട് ചിന്തിക്കാതിരിക്കുക. ചിന്തകളാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. ചിന്തകൾ കുറച്ചാൽ പ്രശ്നങ്ങൾ കുറയും, മനസ്സ് ശാന്തമാകും. നമ്മുടെ വഴികൾ ദൈവം ക്രമീകരിക്കേണ്ട രീതിയിൽ ക്രമീകരിച്ചോളും.
അതിലെന്ത് പോരായ്മകൾ വന്നാലും വഴിയിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ദൈവം തന്നെ അത് പരിഹരിച്ചോളും. എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോഴും മനസ്സിനെ ഇട്ട് കുഴപ്പിക്കാതിരിക്കുക, മനസ്സ് ഫ്രീ ആയിട്ട് വെക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്കിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളും സങ്കടങ്ങളും വന്നാലും ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രം വിശ്വസിക്കുക. ദൈവത്തിലും മുറകെ വിശ്വസിക്കുക, തന്നെ വിശ്വസിക്കുക. നിങ്ങളിലും വിശ്വസിക്കുക, ദൈവത്തിലും വിശ്വസിക്കുക. ചുറ്റുപാടുമുള്ളവരെ ഒന്നും കണ്ണുപൊട്ടി വിശ്വസിക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഫ്രണ്ട്സ്. താങ്ക് യു.